ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം ജനുവരി മാസത്തെ കളക്ഷൻ റിപ്പോർട്ട് നമ്മുടെ നിർമ്മാതാക്കളുടെ കേരളത്തിലെ സംഘടന പുറത്തുവിട്ടതുപോലെ ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത സിനിമകളുടെ എല്ലാം തന്നെ ബഡ്ജറ്റ് റിപ്പോർട്ടും കേരള കളക്ഷൻ, ഷെയർ കളക്ഷൻ എല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അങ്ങനെ സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ വിജയിച്ചു എന്ന ഒഫീഷ്യൽ കണക്ക്, ബഡ്ജറ്റ് റിപ്പോർട്ട് എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. നേരത്തെ പ്രതീക്ഷിച്ച പോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി തന്നെയാണ് കേരളത്തിൽ വലിയ വിജയം നേടിയെടുത്ത ഫെബ്രുവരി മാസത്തിലെ ഒരു സിനിമ. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ കേരളത്തിലെ ഷെയർ 11 കോടിയാണെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലാണ്. 13 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. കുഞ്ചാക്കോബോബനോടൊപ്പം തന്നെ ക്ലാഷ് റിലീസായിട്ട് എത്തിയ ഉണ്ണിമുകുന്ദൻ സിനിമയായിരുന്നല്ലോ ഗെറ്റ് സെറ്റ് ബേബി. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 10 കോടിക്കടുത്താണ് സിനിമയുടെ ബഡ്ജറ്റ്. സിനിമയുടെ കേരള ഷെയർ ആകട്ടെ 1,40,00,000 രൂപ. അപ്പോൾ സിനിമ വലിയ നഷ്ടമുണ്ടാക്കുന്ന ദുരന്തമായ സിനിമയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി വാലന്റൈൻ ആഴ്ച പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളുടെ കളക്ഷനിലേക്കും ബഡ്ജറ്റിലേക്കും വരികയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പോലും തിയേറ്ററുകളിലെ മികച്ചൊരു ഹോൾഡോടെ മുന്നേറിക്കൊണ്ടിരുന്ന സിനിമയാണല്ലോ ബ്രോമാൻസ്. സിനിമയ്ക്ക് 8 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സിനിമയുടെ കേരള ഇതുവരെയുള്ള ഷെയർ 4 കോടി രൂപയാണ്. ചില പ്രമുഖ നടന്മാരുടെ സിനിമകളുടെ ബഡ്ജറ്റിനേക്കാൾ മുകളിലാണ് ബ്രോമാൻസിന്റെ ബഡ്ജറ്റ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി പൈങ്കിളി എന്ന സിനിമയുടെ ബഡ്ജറ്റ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ പൈങ്കിളിക്ക് 5 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സിനിമയ്ക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. 2,50,00,000 രൂപയാണ് സിനിമയുടെ കേരളത്തിലെ തിയേറ്റർ ഷെയർ. 9 കോടിയാണ് ദാവീദ് എന്ന സിനിമയുടെ ബഡ്ജറ്റ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഷിബു ബേബി ജോൺ മലിക്കോട്ടെ വാലിബന് ശേഷം നിർമ്മിച്ച സിനിമ കൂടിയ ദാവീദ് എന്ന സിനിമയുടെ കേരള ഷെയർ ആണെങ്കിൽ 3,50,00,000 രൂപയാണ്. വാലിബനിൽ നഷ്ടം വന്നില്ല എന്ന് പറഞ്ഞ നിർമ്മാതാവ് ദാവീദ് എന്ന സിനിമയുടെ മറ്റ് ബിസിനസ് മേഖലയിലെ കളക്ഷൻ എല്ലാം തന്നെ കൂട്ടി ലാഭകരമാകുമോ സിനിമ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഫെബ്രുവരി അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സൗബിന്റെ സിനിമയാണ് മച്ചാന്റെ മാലാക. 5,12,00,000-ലധികം ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് 40,00,000 രൂപയാണ് കേരളത്തിലെ ഫൈനൽ ഷെയർ. അതേസമയം ആപ്കൈ സെഹോ ധ്യാൻ നായകനെത്തിയ സിനിമയാണല്ലോ. 2,50,00,000 രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് 5 ലക്ഷം രൂപയായിരുന്നു ഫൈനൽ കേരള തിയേറ്റർ ഷെയർ. ജോബി ജോർജ് നിർമ്മിച്ച് ജോജു സുരാജ് കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമയാണല്ലോ നാരായണീന്റെ 3 ആൺമക്കൾ. സിനിമയുടെ 75% ഒരു വീട്ടിലാണ് ചിത്രീകരിച്ചതെങ്കിലും ഈ സിനിമയ്ക്കും ഉണ്ട് 5 കോടിയിലധികം ബഡ്ജറ്റ്. 5,50,00,000-നടുത്ത് ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് 33 ലക്ഷം രൂപയാണ് ഫൈനൽ കേരള തിയേറ്റർ ഷെയർ. അപ്പോൾ ഫെബ്രുവരി മാസം ഒരു തരത്തിലെ മലയാള സിനിമയ്ക്ക് മികച്ച മാസം എന്ന് പറയാനായിട്ട് കഴിയില്ല എന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ വിജയിച്ചെങ്കിൽ പോലും നിലവിൽ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ പറയാം. ഇതിനിടയിൽ ഫെബ്രുവരി മാസം മുതൽ മാർച്ച് ഇതുവരെ നോക്കുകയാണെങ്കിൽ പോലും ഒട്ടും മികച്ച മാസങ്ങളിലൂടെയല്ല നമ്മുടെ കേരള ബോക്സ് ഓഫീസ് കടന്നു പോകുന്നത്. എന്തായാലും ഈ മാർച്ച് മാസം അവസാനത്തോടെ, അതല്ലെങ്കിൽ മാർച്ച് മാസം മുതൽ ഈ വേനൽ അവധിക്കാലത്ത് മുഴുവൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കും ആശ്വസിക്കാൻ വക നൽകുന്ന സിനിമകൾ എമ്പുരാൻ മുതൽ വന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിലവിലെ കേരളത്തിൽ എമ്പുരാൻ എന്ന സിനിമ തന്നെ വലിയൊരു പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്താൽ തന്നെ ഏകദേശം 30 കോടി രൂപ മുതൽ 50 കോടി രൂപ വരെ കേരളത്തിൽ മാത്രം തിയേറ്റർ ഷെയർ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അങ്ങനെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രൊഡ്യൂസ് അസോസിയേഷന്റെ കളക്ഷൻ കണക്ക്, ബഡ്ജറ്റ് കണക്ക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇനി എമ്പുരാന്റെ കണക്ക് അടുത്ത മാസം അറിയാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.